ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നിപ്പോൾ അയർലൻഡിലിപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് വർക്കൗട്ട് എന്നുള്ള നിലയ്ക്ക് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പാണ്. ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു 10, 20, 25, 30 മിനിറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ളൊരു റൊട്ടീൻ തന്നെയാണത്. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി തരാം, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് തന്നെ ഒരു കുറച്ച് നേരത്തെ ജോഗിങ് ആണ്. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഞാൻ ജോഗ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ 10 മിനിറ്റും 20 മിനിറ്റും വരെ ജോഗ് ചെയ്യും. ഇവിടെയാണ് ഞാൻ മോസ്റ്റ്ലി വർക്കൗട്ട് ചെയ്യുന്നൊരു സ്ഥലമെന്ന് പറയുന്നത്. ഇവിടെയും ചെറിയ ചെറിയ എക്സസൈസിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പുൽമൈതാൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ബാർഗേജ് കാലിസ്തേറ്റിക് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയുണ്ട്. രാവിലെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പോയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ 2 times 3 times ഒക്കെ വരെ എക്സസൈസ് ചെയ്യാറുണ്ട്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ നെക്ക് റൊട്ടേഷൻ പോലുള്ള എക്സസൈസുകളൊക്കെയാണ്. അതൊരു 10, 15, 20 reps ഒക്കെ ചെയ്യും.
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഞാനൊരു മൈൽഡായിട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അത്യാവശ്യം ചെയ്ത് ശീലമില്ലാത്തവരൊരു കാരണവശാലും ഇങ്ങനെയുള്ള എക്സസൈസുകൾ ഒരു കാരണവശാലും ഇമിറ്റേറ്റ് ചെയ്യരുത്. വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തതൊക്കെ. ഞാൻ തന്നെ പല പ്രാവശ്യം വീണ് സാക്രിഫൈസൊക്കെ ചെയ്തൊക്കെയാണ് ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നതൊക്കെ. ഒരു ബിഗിനറിന് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ സമ്മർസോൾട്ടും അതുപോലെ തന്നെ ബാക്ക് ഫ്ലിപ്പൊക്കെ ചെയ്യാം. അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. തണുപ്പായിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കിതൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ചൂട് കാലാവസ്ഥയിലായാലും പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മളെപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം. ത്രൂ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിലെ വളരെ കുറച്ച് വർക്കൗട്ട് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തണുപ്പ് കാലാവസ്ഥയിൽ നമുക്ക് ഒരുപാട് വർക്കൗട്ട്, നമുക്ക് ഔട്ട്ഡോർ വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ പെട്ടെന്ന് ഒന്നാമത്തെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം, രണ്ടാമത് ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അത് മാറാനുള്ള ഒരു കാലതാമസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും വർക്കൗട്ട് നിർത്തിക്കളയരുത്. അത് കണ്ടിന്യൂറ്റിയോട് കൂടിയിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഞാനും ഒരുപാട് എക്സ്പേർട്ടൊന്നും ആണെന്ന് പറയുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. ഇത് ചെയ്യാനുള്ള കാരണം പല ആളുകളും ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ മുതൽ ഇങ്ങനെ ജിമ്മൊക്കെ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നല്ല നല്ല വർക്കൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ടാഗ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കമൻ്റ് ഇടാം. അപ്പോൾ എല്ലാവർക്കും വർക്കൗട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വർക്കൗട്ടുകളാണ് കാണിച്ചു തന്നത്. ഇനിയും വരും ടൈമുകളിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വർക്കൗട്ടുകൾ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു 20 റപ്പൊക്കെ ചെയ്യുന്നത് എപ്പോഴും, 20 നമ്പേഴ്സൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.